ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സമ്പത്തിന്റെ കാര്യത്തിലും സൗന്ദര്യത്തിന്റെ കാര്യത്തിലും കുടുംബ മഹിമയുടെ കാര്യത്തിലും എനിക്കൊപ്പം നിൽക്കുന്ന മരുമകള് തന്നെയാ ഐശ്വര്യലക്ഷ്മി. കുഞ്ഞുങ്ങൾക്ക് വേണ്ടത് ആർഭാടങ്ങളല്ല, അവർ ആഗ്രഹിക്കുന്നത് ചെറിയ കാര്യങ്ങളാ. അത് സാധിച്ചു കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ അത് ചെയ്തു കൊടുക്കുക പ്ലീസ്. വരൂ. Happy birthday to Happy you. birthday to Happy birthday. Happy birthday to you. ജെഡിക്ക് അവിടെ നിന്ന് വരാൻ പറ്റാത്ത സിറ്റുവേഷനാ. ഞാൻ തന്നെ ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങിയത്. അത് സാരമില്ല. മേനോനും എക്സും ഇന്നിവിടെ വന്നാ അവരെ നമ്മൾ പിടിച്ചിരിക്കും. അതെ, എത്ര നാളെ നമ്മൾ കാത്തിരിക്കുന്നു. ആദ്യം അവന്മാരുടെ മുഖം ഒന്ന് കാണണം. ഒരു ഫോട്ടോ പോലും ആർക്കും കിട്ടാത്ത രീതിയിൽ ഇത്രയും നാളും മറിഞ്ഞിരുന്നതല്ലേ. ഇന്ന് നമ്മൾ അവന്മാരെ ലോകത്തിന് മുന്നിൽ കൊണ്ടുവരും. ഇവന്മാരെന്താ വരാത്തത്? ക്ഷമ നശിച്ചു തുടങ്ങി. വലിയൊരു ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ ഇത്രയും നാൾ കാത്തിരുന്നു. ഇനി കുറച്ച് സമയം കൂടി ശ്രമിക്കാം. എങ്ങോട്ടാ പോകുന്നത്? അത് ഞാൻ പറയാം അങ്കിളെ, എനിക്ക് മനസ്സിലായി. ഞാൻ അതോടെ കളിച്ചു മതിയായോ? പോലീസ് കെണി ഒരുക്കിയിട്ടുണ്ട്. പ്ലാൻ ഡ്രോപ്ഡ്. എന്തായി? നടന്നില്ല. അവർക്ക് എങ്ങനെ ഇൻഫർമേഷൻ കിട്ടിയെന്ന് തോന്നുന്നു. ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് അവരെ കിട്ടും ദുർഗ. മേനോന്റെ നെറ്റ്വർക്ക് വളരെ ശക്തമാണ്. നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. അതെ. വാ. പൃഥ്വി എന്താ ഭക്ഷണം കഴിക്കാൻ വരാത്തത്? അവൻ വന്നോളും, നിങ്ങൾ കഴിക്കുക. പൃഥ്വിയായിട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണമെന്ന്
അഷിതയ്ക്ക് ആഗ്രഹമുണ്ടെന്ന് തോന്നുന്നല്ലേ? ഉടനെ കല്യാണം കഴിയുമല്ലേ? അത് കഴിഞ്ഞാ പിന്നെ ഒന്നിച്ചല്ലേ? അതുവരെ രണ്ടുപേരും ഇത്തിരി സ്വതന്ത്രത്തോടെ ഇരിക്കട്ടെ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. പൃഥ്വിയുടെ തിരക്കുകളൊക്കെ എനിക്ക് മനസ്സിലാവും. ആ, ഏത് സാഹചര്യത്തോടും എന്റെ മോള് പൊരുത്തപ്പെടും. അങ്ങനെ ഞാൻ അവളെ വളർത്തിയിരിക്കുന്നത്. ഐശ്വര്യ മോൾക്ക് കറി വിളമ്പി കൊടുക്ക ചന്ദ്രലേക്ക്. മതി മതി. ദുർഗ ഇതുവരെ വന്നില്ലേ? എവിടെ പോയതായിരിക്കും? നീ കഴിക്കുന്നില്ലേ മഹി? നിങ്ങൾ കഴിച്ചോ, ഞാനൊന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാം. രമചേച്ചിക്ക് മരുമോളോട് ഭയങ്കര സ്നേഹമാണെന്ന് തോന്നല്ലോ. സ്നേഹമില്ലാതിരിക്കോ? ഇവളെ എന്റെ മോളല്ലേ? അല്ലെങ്കിലും അർഹരായവർക്ക് എല്ലാ പരിഗണനയും കിട്ടും. അത് തന്നെ എല്ലാവർക്കും വേണമെന്ന് ആഗ്രഹിക്കുമ്പോഴാണ് പ്രശ്നം. അത് ചേച്ചി പറഞ്ഞത് ശരിയാ. ചേച്ചിക്ക് എല്ലാ രീതിയിലും യോജിച്ച മരുമകളല്ലേ ഐശ്വര്യ? അതെ, സമ്പത്തിന്റെ കാര്യത്തിലും സൗന്ദര്യത്തിന്റെ കാര്യത്തിലും കുടുംബ മഹിമയുടെ കാര്യത്തിലും എനിക്കൊപ്പം നിൽക്കുന്ന മരുമകള് തന്നെയാ ഐശ്വര്യ ലക്ഷ്മി. എനിക്ക് ശേഷം രമാനിലയം ഭരിക്കേണ്ടത് ഇവളാ. എല്ലാ കാര്യത്തിലും അമ്മയനുസരിച്ച് നിൽക്കാനാ എന്റെ ആഗ്രഹം. അർജുൻ എന്ന വ്യക്തിയിൽ ഞാൻ കാണുന്ന ഏറ്റവും വലിയ ക്വാളിറ്റി രമാദേവിയുടെ മകൻ എന്നതാ. ഇത്ര നല്ല മരുമകളെ കിട്ടിയ രമ ഭാഗ്യവതിയാ. അപ്പോ ബിസിനസ്സിൽ എന്ന പോലെ ലൈഫിലും അർജുൻ സക്സസ് ആയി കഴിഞ്ഞു അല്ലേ? ഒരേ മനസ്സോടെ നിൽക്കുന്ന അമ്മയും ഭാര്യയും കിട്ടുന്നതാണ് ഒരു പുരുഷന്റെ ലൈഫിലെ ഏറ്റവും വലിയ സക്സസ് അല്ലേ ഏട്ടാ? എന്താ സംശയം? ജയരാമനും ദേവരാജനും എന്തെങ്കിലും എതിർപ്പുണ്ടോ?